അപ്പം ഫാർമസി എന്താണ് ഫാർമസി? ജനറലായിട്ട് ഫാർമസിയെ പറ്റിയൊരു ഡെഫിനിഷനാണ് പറയുന്നത്. ഫാർമസി ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കളക്ടിങ്, കമ്പൈനിങ്, കോമ്പൗണ്ടിങ്, പ്രിപ്പയറിങ്, പ്രിസർവിങ് ആൻഡ് സ്റ്റാൻഡർഡൈസിങ് ഡ്രഗ് ആൻഡ് മെഡിസിൻസ് ഫ്രം നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോഴ്സ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഡിസ്പെൻസിങ് മെഡിസിൻസ്. അപ്പം ഈ ഫാർമസി എന്ന് പറയുന്നത് ഒരു ആർട്ടുമാണ്, അതുപോലെ തന്നെ ഒരു സയൻസുമാണ്. അപ്പോൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് മെയിൻലി ആ ഒരു എന്താണ് നമുക്ക് വേണ്ട ആ ഒരു ഡ്രഗിൻ്റെ ആ ഒരു സോഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് അത് കളക്ട് ചെയ്യണം, ദെൻ നമ്മളത് കമ്പൈൻ ചെയ്യണം, ആൻഡ് ദെൻ അതിനെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ പ്രിസർവ് ചെയ്യുക ആൻഡ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഡ്രഗിന് ഇത്രയും പ്രോസസ്സ് കടന്നു പോവുക. അത് ചിലപ്പോൾ ഈ ഡ്രഗ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫോമിൽ നിന്നായിരിക്കാം, സിന്തറ്റിക് ഫോമിൽ നിന്നായിരിക്കാം, ആൻഡ് അതിനകത്തുള്ള ഡിസ്പെൻസിങ് ഓഫ് മെഡിസിനും ഫാർമസിയിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ. എന്നാൽ ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ് വരുന്നത്. അവിടെ ആർട്ട് ആൻഡ് സയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം ഐഡൻറ്റിഫൈയിങ്, കളക്റ്റിംഗ്, കോമ്പൗണ്ടിങ്, കമ്പൈനിങ്, പ്രിപ്പയറിങ്, പ്രിസർവിങ്, സ്റ്റാൻഡർഡൈസിങ് ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ സോഴ്സ് ഫ്രം വെജിറ്റബിൾ, ആനിമൽ, മിനറൽ കിങ്ഡം ആൻഡ് certain physiological and morbid substances according to the homeopathic principles, materia medica pura, chronic disease, medicine of organon and dispensing them according to the prescription of homeopathic physician. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോമിയോപ്പതിക് ഫാർമസിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു നോളജ് വേണം. അപ്പോൾ ഈ ഹോമിയോപ്പതിക് ഫാർമസിയിലൂടെ നമുക്ക് നോളജ് കിട്ടും, ഒരു സൗണ്ട് നോളജ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഡിസിൻസിനെ കളക്ട് ചെയ്യേണ്ടത്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള മെഡിസിനൽ സബ്സ്റ്റൻസിനെ നമ്മളെങ്ങനെ കളക്ട് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു. അപ്പം പ്രിസർവേഷനൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അപ്പോൾ ലബോറട്ടറിയിൽ പ്രിസർവ് ചെയ്യുന്നത് കാണും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിസർവേഷൻ ടെക്നിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിനെ കമ്പൈനിങ്, കോമ്പൗണ്ടിങ്, ഈ കമ്പൈനിങ് കോമ്പൗണ്ടിങ് ഒക്കെ എങ്ങനെയായിരിക്കും ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ്. ആൻഡ് പിന്നെ അതിനകത്ത് ഡിസ്പെൻസിങ്ങും വരുന്നുണ്ട്. ഡിസ്പെൻസിങ് ചെയ്യുന്നത് എപ്പോഴും ഹോമിയോപ്പതിക് ആയിട്ടുള്ള ഫിസിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിനെ ഡിസ്പെൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഫാർമസിസ്റ്റ് ഈ റൂൾസ്, അതായത് ഫിസിഷ്യൻ പറയുന്ന ഡിസ്പെൻസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് പുള്ളി ഈ ഫാർമസിസ്റ്റ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഹോമിയോപ്പതിക് ഫാർമസിക്കകത്തിൽ മെയിൻലി അപ്പോൾ എന്തൊക്കെയാണ്, കളക്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, അതിനെ പ്രിസർവ് ചെയ്യണം, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യണം, ആൻഡ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഹോമിയോപ്പതിക് ആയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ കടന്നു പോകണം. അതാണ് മെയിൻലി ഹോമിയോപ്പതിക് ഫാർമസിയുടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നതിനകത്തിൽ നമ്മൾ ഈ സബ്സ്റ്റൻസിനെയൊക്കെ പല പ്രോസസ്സ്, അതായത് കളക്റ്റിംഗ്, കമ്പൈനിങ്, കോമ്പൗണ്ടിങ്, പ്രിപ്പയറിങ്, പ്രിസർവിങ്, സ്റ്റാൻഡർഡൈസിങ്, ഇതൊക്കെ ചെയ്യുന്നതിനകത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന 3 ബുക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. മെറ്റീരിയ മെഡിക്ക പ്യൂറ, ക്രോണിക് ഡിസീസ് ആൻഡ് ഓർഗനോൺ ഓഫ് മെഡിസിൻസ്, അല്ലേ? ഇതൊക്കെ എന്താണ്, ഈ 3 സോഴ്സ് ബുക്കാണ്. മെറ്റീരിയ മെഡിക്ക പ്യൂറ എന്ന് പറയുന്നത് സോഴ്സാണ്. ഓർഗനോൺ ഓഫ് മെഡിസിൻ അതിൻ്റെ 1st to 6th എഡിഷൻ സോഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ക്രോണിക് ഡിസീസ്, അല്ലേ? ക്രോണിക് ഡിസീസസ് അതും സോഴ്സിൽ വരുന്നതാണ്. അതിൽ സോഴ്സിനകത്തിൽ ലെസർ റൈറ്റിംഗ് ഓഫ് ഹാനുമാനും കൂടെ വരുന്നുണ്ട്, പക്ഷേ അത് ഇതിനകത്തിൽ പറഞ്ഞിട്ടില്ല. ദെൻ ഇവിടെ നമ്മൾ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന എന്തിൽ നിന്നൊക്കെയാണ്, വെജിറ്റബിളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യും, ആനിമൽ, മിനറൽ കിങ്ഡം, പിന്നെ ചില ഫിസിയോളജിക്കലായിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന്, മോർബിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളക്റ്റിംഗ് എന്താണ്, നമ്മൾ ക്രൂഡായിട്ടുള്ള ഡ്രഗ്സ്, ക്രൂഡായിട്ടുള്ള നാച്ചുറൽ ഫോമിൽ നമ്മൾ ആ ഒരു ഡ്രഗിനെ കളക്ട് ചെയ്യുന്നതിനാണ് കളക്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ മാക്രോസ്കോപ്പിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കെമിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഡ്രഗ് സബ്സ്റ്റൻസസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം നമ്മളൊരു വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് കാണണം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൊട്ടാനിസ്റ്റ് കാണണം. പകരം ഒരു അനിമൽ സബ്സ്റ്റൻസ് ആണെങ്കിലോ അവിടെ സുവോളജിസ്റ്റ് കാണണം. ഓക്കെ, ഇനി അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണെങ്കിലോ അവിടെ എന്ത് വേണം, കെമിസ്റ്റ് വേണം.
ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി, മാക്രോസ്കോപ്പിക്കലി അല്ലെങ്കിൽ കെമിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് അത് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് ഒരു വെജിറ്റബിളിൻ്റെ ആണെങ്കിൽ ഒരു ബൊട്ടാണിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, കെമിക്കൽ ആണെങ്കിൽ ഒരു കെമിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, സുവോളജിസ്റ്റിൻ്റെ ആവശ്യം എപ്പോഴാണ് ഒരു വെജിറ്റബിൾ ആനിമൽ സബ്സ്റ്റൻസ് ആണെങ്കിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പ്രിസർവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു ഡ്രഗിനെ ഇപ്പം ഡ്രഗ് മെറ്റീരിയൽ ഇപ്പോൾ ഒരു മദർ ടിഞ്ചർ ആണെങ്കിലോ ഒക്കെ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള പ്രിസർവേഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. പിന്നെ സ്റ്റാൻഡർഡൈസിങ്. അപ്പോൾ സ്റ്റാൻഡർഡൈസിങ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയെ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം സ്റ്റാൻഡർഡൈസിങ് ചെയ്യുന്നത്. ഇപ്പം ഡ്രഗ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് the prepared must be made to conform to some standards prescribed by appropriate authority or official homeopathic pharmacopoeia, and this process is called standardization. ഓക്കെ, സ്റ്റാൻഡർഡൈസിങ് എന്ന് പറയുന്നത് ആ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സുപ്രീം അതോറിറ്റേറ്റീവ് ബുക്ക് ഇപ്പം അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസൊക്കെ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾസിനനുസരിച്ചായിരിക്കണം അത് ചെയ്തിരിക്കേണ്ടത്. ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ കമ്പൈനിങ് മീൻസ് ജോയിനിങ് 2 or more തിങ്സ് ടുഗദർ. സയൻറ്റിഫിക്കലി ദ പ്രോഡക്റ്റ് ഓഫ് എ കമ്പൈനിങ് ഈസ് കോൾഡ് മെക്കാനിക്കൽ മിക്സ്ചർ. ഓക്കെ, സയൻറ്റിഫിക്കലി 2 സാധനങ്ങൾ കമ്പൈൻ ചെയ്യുന്ന 2 or more സബ്സ്റ്റൻസസ് ടുഗദർ കൊണ്ടുവരുന്നതാണ് കമ്പൈനിങ് എന്ന് പറയുന്നത്. അതിനെയാണ് മെക്കാനിക്കൽ മിക്സ്ചർ എന്നൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി പറയാം. എന്നാൽ ഈ കമ്പൈനിങ്ങും കോമ്പൗണ്ടിങ്ങും തമ്മിൽ മാറിപ്പോരുത്. അപ്പോൾ കമ്പൈനിങ് എന്ന് പറയുന്നത് 2 or more തിങ്സ് ടുഗദർ കൊണ്ടുവരുന്നതും, എന്നാൽ കോമ്പൗണ്ടിങ് മീൻസ് uniting 2 or more different elements or constituents together so as to form an altogether new product. ഓക്കെ, 2 or more എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റുവൻസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. മറ്റേത് മിക്സ്ചറായിട്ട് തന്നെ ഇരിക്കുകയാണ് ഈ കമ്പൈനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ കാൽക്കേരിയ ഫോസ്, അവിടെ കാൽക്കേരിയയും ഉണ്ട് ഫോസും ഉണ്ട്. കാൽക്കേരിയ ഫോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാൽക്കേരിയയിൽ നിന്നും അതുപോലെ തന്നെ ഫോസ്ഫറസിൽ നിന്നും. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നൊരു മെഡിസിനാണ് കാൽക്കേരിയ ഫോസ്. അതുപോലെ ഇപ്പോൾ മാക്കാർബ് അല്ലെങ്കിൽ മാഗ്നീഷ്യം സൾഫ്, നാട്രം കാർബ് എന്നൊക്കെ പറയും. ഇനിയും ആ ഒരു ഇത് കോമ്പൗണ്ടിങ് കമ്പൈനിങ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അത് കമ്പൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ജസ്റ്റ് 2 പ്രോഡക്റ്റ് കമ്പൈൻ ചെയ്യുന്നതേ ഉള്ളൂ. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുതിയൊരു പ്രൊഡക്റ്റ് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതും നമ്മുടെ ഹോമിയോപ്പതിക് ഫാർമസിയുടെ ആ ഒരു ഡെഫിനിഷനകത്ത് പറയുന്ന 2 കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ നമുക്ക് പറയാം പ്രിസർവിങ്, പ്രിപ്പയറിങ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്വാളിറ്റി കൺട്രോൾ, ഡിസ്പെൻസിങ് അല്ലേ. ദ ക്വാളിറ്റി ഓഫ് ഓൾ ദ ഫിനിഷ്ഡ് മെഡിസിനൽ പ്രിപ്പറേഷൻ മസ്റ്റ് ബി കെയർഫുള്ളി കൺട്രോൾഡ്. പിന്നെ ഡിസ്പെൻസിങ് അതെന്ന് പറയുന്നത് പ്രിപ്പയറിങ് ആൻഡ് സെർവിങ് ദ മെഡിക്കൽ പ്രിപ്പറേഷൻസ് ഇൻ ദ പ്രോപ്പർ ഫോം. അതായത് ഇപ്പോൾ സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ഫിസിഷ്യൻ വി നീഡ് ടു ഗീവ് ദിസ്. ഓക്കെ, അതാണ് ആസ് എ ഫാർമസിസ്റ്റ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് പറയുന്നത്. ഇനി കുറച്ച് ബ്രാഞ്ചസ് ഓഫ് ഫാർമസി നോക്കാം. ഇപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഫാർമസിക്കകത്ത് ഫാർമസി പ്രോപ്പർ ഉണ്ട് ആൻഡ് ഗാലനിക്കൽ ഫാർമസി ഉണ്ട്. അപ്പോൾ ഈ ഫാർമസി പ്രോപ്പർ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്പ്, ദാറ്റ് ഈസ് ഒഫീഷ്യൽ ആൻഡ് എക്സ്റ്റംപറേനിയസ് ഫാർമസി. ഓക്കെ, ഈ ഒഫീഷ്യൽ ഫാർമസി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ ആയിരിക്കും അവരുടെ മെയിൻ അതോറിറ്റേറ്റീവ് ബുക്ക്. ആ അതോറിറ്റേറ്റീവ് ബുക്കിനെ അനുസരിച്ചായിരിക്കും അവിടെ പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ്സ് വരുന്നത്. അപ്പം അതിനെ ആ ഒരു സുപ്രീം അതോറിറ്റേറ്റീവ് ബുക്കിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും അവിടെ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രൊസീജിയേഴ്സ് ഡിസ്ക്രൈബ്ഡ് അണ്ടർ ദിസ് പാർട്ട് ഇസ് പെർഫോംഡ് ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ ലബോറട്ടറി. ഹിയർ all these things are done in a pharmaceutical laboratory. ഫാർമസ്യൂട്ടിക്കൽ ലബോറട്ടറിയിലായിരിക്കും ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയെ ഫോളോ ചെയ്ത് മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. അതാണ് മെയിൻലി പറയുന്നത്. എന്നാൽ എക്സ്റ്റംപറേനിയസോ അങ്ങനെ ആയിരിക്കത്തില്ല. അവിടെ ഒരു ഫിസിഷ്യൻ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അവിടെ സുപ്രീം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കോ ഒന്നുമില്ല.
അവിടെ പ്രിസ്ക്രിപ്ഷനും ഡിസ്പെൻസിങ്ങും ഒക്കെ ആയിരിക്കും മെയിൻലി അവിടെ വരുന്ന കാര്യങ്ങൾ. അവിടെ പ്രിപ്പറേഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മെഡിസിൻ ഈസ് അക്കോർഡിംഗ് ടു ദ ഫിസിഷ്യൻസ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ദിസ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഡിസ്പെൻസറീസ്. ഓക്കെ, നോട്ട് ഇൻ ലബോറട്ടറീസ്. ഓക്കെ, ഡിസ്പെൻസറീസിലായിരിക്കും. അപ്പോൾ എക്സ്റ്റംപറേനിയസ് ഇസ് ഇൻ ഡിസ്പെൻസറി ആൻഡ് ഒഫീഷ്യൽ ഇസ് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ. സോ ഇറ്റ്സ് ഓൾവേസ് ഇൻ ലബോറട്ടറി. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ ലബോറട്ടറികളിലായിരിക്കും. അതായത് ഇപ്പോൾ വലിയ കമ്പനികളിൽ, ഇപ്പം ഹോംഗോ അതുപോലത്തെ, അല്ലെങ്കിൽ വലിയ കമ്പനികളിലൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഫാർമക്കോപ്പിയ ആയിരിക്കും അതോറിറ്റേറ്റീവ് ബുക്ക്. എന്നാൽ എക്സ്റ്റംപറേനിയസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിസിഷ്യൻ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫിസിഷ്യൻ പറയുന്ന രീതിയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗാലനിക്കൽ. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഫാർമസി പ്രോപ്പറിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞത്. ഇനിയും ഗാലനിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ക്രൂഡ് ഡ്രഗ്സ് മാത്രമാണ് വരുന്നത്. ഓക്കെ, മെത്തേഡ് ആൻഡ് തിയറീസ് ഓഫ് ഗാലൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഗാലൻ ഒരു 2nd സെഞ്ച്വറിയിലെ ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആയിരുന്നു. ക്രൂഡ് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ മാത്രം പ്രിപ്പറേഷനാണ് ഗാലനിക്കൽ ഫാർമസിയിൽ പറയുന്നത്. ഇതാണ് മെയിൻലി ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പല്ല, ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫാർമസിയുടെ. ദെൻ 2 ഡിവിഷൻസ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നുണ്ട്, മേജർ ഡിവിഷൻസ് പറയുന്നുണ്ട്. അതെന്താണ്? തിയററ്റിക്കൽ ഫാർമസിയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അല്ലെ ഓപ്പറേറ്റീവ് ഫാർമസിയും. എന്താ തിയററ്റിക്കൽ ഫാർമസി? അവിടെ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ അസസ്മെൻറ്റ് ആസ് വെൽ ആസ് എ പ്രൊഫഷണൽ കോഴ്സസ് ദാറ്റ് നീഡ് ടു ട്രെയിൻ എ ഫാർമസിസ്റ്റ് ആൻഡ് വിച്ച് ആർ മെയിൻലി ദ തിയററ്റിക്കൽ നേച്ചർ. അപ്പോൾ തിയററ്റിക്കൽ ഫാർമസി ഒരു പ്രൊഫഷണൽ കോഴ്സ് ദാറ്റ് നീഡ് ടു ട്രെയിൻ എ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ് അത് മാത്രമാണ്. അതിനകത്തിലെ ഫിസിക്കലും അതുപോലെ തന്നെ ബയോളജിക്കൽ അസസ്മെൻറ്റുകളും എല്ലാം വരുന്ന അതും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഫഷണലായിട്ടുള്ള കോഴ്സസ് ദാറ്റ് നീഡ് ടു ട്രെയിൻ എ ഫാർമസിസ്റ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് തിയററ്റിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. എന്നാൽ പ്രാക്ടിക്കലിലെ ഓപ്പറേറ്റീവ് ഫാർമസിയോ അവിടെ മാനുഫാക്ചറിൻ്റെ കാര്യം, റീറ്റെയിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാർമസികളുടെ കാര്യങ്ങൾ, അതിൻ്റെ ദ പ്രാക്ടിക്കൽ പോർഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ അസസ്മെൻറ്റും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പറേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഫാർമസി ഒന്നാണെന്ന് ഓർത്തിരിക്കുക. തിയററ്റിക്കൽ ഫാർമസി വേറൊരു ബ്രാഞ്ചാണ്. അതാണ് എന്തിനെ മെയിൻലി പറയുന്നത്? പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസ് ദാറ്റ് നീഡ് ടു ട്രെയിൻ എ ഫാർമസിസ്റ്റ്. ഓക്കെ, ദെൻ സ്പെഷ്യാലിറ്റീസ് ആൻഡ് ഒറിജിനാലിറ്റീസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി. ശരിയല്ലേ? ഹോമിയോപ്പതിക് ഫാർമസിക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളത് ഓരോന്നും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഫിലോസഫിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത്. ഒരു ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത് അതിലെ ഫാർമസി ഡീൽസ് വിത്ത് എ സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം ഓഫ് തെറാപ്യൂട്ടിക് ആർട്ട് ആൻഡ് സയൻസ് ഹാവിങ് സ്പെസിഫിസിറ്റി ഇൻ ദ മോഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മോഡസ് ഓപ്പറൻഡി. വരുന്ന പോയിന്റിൽ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന പോയിന്റ് നോക്കുമ്പോൾ അത് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പേഷ്യൻറ്റിനെ ആസ് എ ഹോൾ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ ഒരു പാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ലോക്കൽ ആപ്ലിക്കേഷൻ കൊടുത്ത് സ്കിന്നിന് മാത്രമല്ല നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആസ് എ ഹോൾ അയാളുടെ ജനറൽസ്, മെൻ്റൽ ജനറൽസ്, ഫിസിക്കൽ ജനറൽ, അതിനകത്തിൽ അയാൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള വരുന്ന സിംറ്റംസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, എക്സ്റ്റേണലി എന്ന് പറയുമ്പോൾ ആ ഒരു സ്കിൻ കണ്ടീഷൻ എന്താണ്. ഇപ്പോൾ ലോക്കൽ ഡിസീസ് എന്ന് പറയുമ്പോൾ സ്കിൻ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ അത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് അയാളുടെ ഹിസ്റ്ററി, അയാളുടെ ഫാമിലി ഹിസ്റ്ററി, ഓൾ ദീസ് തിങ്സ് ടേക്കിംഗ് ഇൻ ദ കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹോളായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹാനുമാൻ ദെയർ ഈസ് നോ ഡിസീസ് ബട്ട് സിക്ക് പീപ്പിൾ. ഹാനുമാൻ്റെ വേർഡ്സ് ആണിത്. ആൻഡ് ഹോമിയോപ്പതി ഈസ് ബേസ്ഡ് ഓൺ ഹോളിസ്റ്റിക് ആൻഡ് ഇൻഡിവിജ്വലൈസിങ് അപ്രോച്ച് ഓഫ് ഡിസീസ്. ശരിയല്ലേ? ഹോമിയോപ്പതി ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, ഇൻഡിവിജ്വലൈസിങ് അപ്രോച്ചാണ്. ഒരു പേഷ്യൻറ്റിന് ഫീവർ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. കാരണം ചിലപ്പോൾ അയാളുടെ തേഴ്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾ ഫീവറിൽ ചിലപ്പോൾ തേഴ്സ്റ്റി ആയിരിക്കും, എന്നാൽ അടുത്ത ആൾ വരുന്നത് തേഴ്സ്റ്റേ കാണില്ല, തേഴ്സ്റ്റ്ലെസ്നെസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഫീവർ ടൈമിൽ അപ്പറ്റൈറ്റ് ഇൻക്രീസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് അപ്പറ്റൈറ്റ്
ഒട്ടും കാണില്ല. അപ്പം നമ്മൾ അനുസരിച്ച് നമുക്ക് വളരെയധികം ഒത്തിരി മെഡിസിൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലൈസേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വലൈസിങ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ എപ്പോഴും, ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും ഹോമിയോപ്പതിയിൽ എപ്പോഴും നമ്മൾ എടുക്കുന്നത്. ഓക്കെ. Homeopathic pharmacy is a specialized system of therapeutic art and science with a particular mode of preparation. യെസ്, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു മോഡ് സ്പെസിഫിസിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെ പ്രിപ്പറേഷൻ, മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മളൊരു പിന്നെ അതുപോലെ തന്നെ മോഡോസ് ഓപ്പറണ്ടി നമ്മൾ അഫോറിസംസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. മോഡസ് ഓപ്പറണ്ടി ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ആ ഹോമിയോപ്പതിക് മെഡിസിൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെയാണ് മോഡസ് ഓപ്പറണ്ടി പറയുന്നത്. ഓക്കെ. ആൻഡ് അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പോയിന്റ് തിയറി ഓഫ് ഡൈനമൈസേഷൻ. തിയറി ഓഫ് ഡൈനമൈസേഷൻ ഈസ് ദ ബേസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി. ഹോമിയോപ്പതിക് ഫാർമസിയുടെ ബേസാണ് ഈ ഡൈനമൈസേഷൻ തിയറി എന്ന് പറയുന്നത്, അല്ലെ പൊട്ടൻറ്റൈസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ക്രൂഡ് ഫോമിൽ ഇനേർട്ടായിട്ടിരിക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി, ഇനേർട്ട് അല്ലെങ്കിൽ ലേറ്റൻ്റ് ആയിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് they become erased and enabled to act in an almost spiritual manner in our life through the process of dynamization അല്ലെ പൊട്ടൻറ്റൈസേഷൻ. ഓക്കെ. അവിടെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഹോമിയോപ്പതിയുടെ ഒരു മെയിൻ ബേസ് എന്ന് പറയുന്ന ഈ ഒരു തിയറിയാണ്. ഇപ്പോൾ ഹോമിയോപ്പതിക് ഫാർമസി മെയിൻലി കാണിക്കുന്നത് ആ ഒരു ഇൻഫിനിറ്റിസിമൽ ഡോസ് എന്നൊക്കെ പറയുന്ന ആ ഒരു മൈന്യൂട്ട് ഡോസിൻ്റെ ആ ഒരു പവറിനെയാണ്, ഇൻഫിനിറ്റിസിമൽ സ്മോൾ ഡോസിൻ്റെ പവറിനെയാണ് ഹോമിയോപ്പതിക് ഫാർമസി മെയിൻലി കാണിക്കുന്നത്. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്താണ് ഡൈനമൈസേഷൻ എന്നുള്ള തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ഇനേർട്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലേറ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു മെഡിസിനൽ സബ്സ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, എറോസ്ഡ് ആൻഡ് എനേബിൾ ടു ആക്ട് in a spiritual manner through this process of dynamization. പിന്നെ preparing of medicine is simple and easy and there being only two method, trituration and succussion. Okay, trituration and succussion വെച്ചിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഹോമിയോപ്പതിക് മെഡിസിൻ്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ മാനറിലാണ്. ആൻഡ് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഫോർ എന്താണ് സോളിഡ് ആൻഡ് ലിക്വിഡ് സബ്സ്റ്റൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ട്രൈച്ചുറേഷൻ ആൻഡ് സക്കഷൻ. അതിനെക്കുറിച്ച് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഹോമിയോപ്പതിക് ഫാർമസി ദ പ്രിസർവ്സ് ആസ് ലോങ് ആസ് പോസിബിൾ ദ ഹീലിംഗ് പവർ ഓഫ് ദ ഡ്രഗ്. ശരിയാണ്, ഹോമിയോപ്പതിക് ഫാർമസിയിൽ നമ്മൾ പറയാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ലോങ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫ് അല്ലേ. നമ്മൾ മദർ ടിഞ്ചേഴ്സിൽ നിന്ന് ആ ഒരു എക്സ്പയറി ഡേറ്റ് വേരി ചെയ്യും. നല്ല ഒരു ലോങ്ങർ എക്സ്പയറി ഡേറ്റാണ് മദർ ടിഞ്ചേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇത് പൊട്ടൻസീസിനകത്തിലോ ആണെങ്കിലൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, മദർ ടിഞ്ചർ വിൽ എക്സ്പയർ ആഫ്റ്റർ 5 years and 10 years or more, but they will definitely expire depending upon the environmental ഡിഫറൻസേ ഉള്ളൂ. അല്ലാതെ ഒരു 5 to 10 years ഒക്കെ ആ ഒരു എക്സ്പയറി പറയുന്നുണ്ട്. ഓക്കെ. Generally, mother tinctures will lose their strength and medicinal power after 10 or 20 years. പക്ഷേ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കലണ്ടുല പോലത്തെയൊക്കെ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൽക്കഹോളിലായിരിക്കും. അതിന് സറൗണ്ടിങ്ങിൽ ഈർപ്പമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് അല്ലെങ്കിലൊക്കെ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ നമ്മുടെ മെഡിസിനൊന്നും ഒരു രീതിയിലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. നല്ല ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നൊക്കെ പറയാം അല്ലേ. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് വേറെ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഡൈനാമിക് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. ഫാർമക്കോ ഡൈനാമിക് സ്പെഷ്യലൈസസ് ഇൻ ദ സ്റ്റഡിങ് ഇൻഡിവിജ്വൽ ഡ്രഗ് ആക്ഷൻ ഇൻ അഡീഷൻ ടു ദ ജനറൽ ആക്ഷൻ. ഇൻഡിവിജ്വൽ ഡ്രഗ് ആക്ഷൻ ആയിരിക്കും മെയിൻലി. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണല്ലേ, ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതി. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് ആക്ഷനാണ്. പിന്നെ നമ്മൾ ഡ്രഗ് പ്രൂവിങ് ഒക്കെ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമുക്ക് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഡ്രഗ് പ്രൂവിനെ പറ്റി നമുക്കൊന്ന് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിക് ഡ്രഗ് പ്രൂവിങ് എങ്ങനെയാണ്
നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിലായിരിക്കും നമ്മൾ ദ ഡ്രഗ് പ്രൂവിങ് നമ്മൾ ചെയ്യുന്നത്. ഡ്രഗ് പ്രൂവിങ് ഇസ് ടെസ്റ്റഡ് ഓൺ ഹെൽത്തി ദ പേഴ്സൺസ്. അത് മെയിൻലി പറഞ്ഞേക്കുന്ന അഫോറിസം 108 ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഡിഫറെൻ്റ് ഏജിലുള്ള ആൾക്കാരിലായിരിക്കും നമ്മൾ ഡ്രഗ് പ്രൂവിങ് ചെയ്യുന്നത്. മറ്റുള്ള സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ളവരിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അലോപ്പതി പോലത്തെ സിസ്റ്റംസൊക്കെ നമ്മൾ സിക്കായിട്ടുള്ള പേഴ്സൺസിനും അതുപോലെ തന്നെ അനിമൽസിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്യുവർലി ഹെൽത്തി ആൾക്കാരിലായിരിക്കും ചെയ്യുന്നത്. സബ്ജക്റ്റീവ് സിംറ്റംസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സബ്ജക്റ്റീവ് സിംറ്റംസ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്പെഷ്യാലിറ്റി ആൻഡ് ഒറിജിനാലിറ്റീസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി എന്തൊക്കെയാണെന്ന്. തിയറി ഓഫ് ബോട്ടനൈസേഷനാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഹോളായിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് അപ്രോച്ചാണെന്നും ഇൻഡിവിജ്വലൈസിങ് അപ്രോച്ചാണെന്നും പിന്നെ നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ പ്രിപ്പറേഷൻ ഉണ്ടല്ലേ. പെർട്ടിക്കുലർ ആയിട്ടുള്ള മോഡ് ഓഫ് പ്രിപ്പറേഷൻ ആണെന്നും മോഡസ് ഓപ്പറൻഡി ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. തിയറി ഓഫ് ഡൈനമൈസേഷൻ തിയറി ഓഫ് ഡൈനമൈസേഷനാണ് ഹോമിയോപ്പത്തിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അവിടെ ഓരോ മെഡിസിൻ്റെ പ്രിപ്പറേഷനൊക്കെ എന്ന് പറയുന്നത് സിമ്പിൾ വേയിലായിരിക്കും അല്ലേ. സിമ്പിൾ ടു ഡിസ്പെൻസ് ആൻഡ് ഈസി ടു അഡ്മിനിസ്റ്ററും ആണ്. അതുപോലെ തന്നെ മെഡിസിൻസ് അതിൻ്റെ ഡ്രഗിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് സിംഗിളായിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നും കോസ്റ്റ് എഫക്റ്റീവാണ്, ഷെൽഫ് ലൈഫ് ലോങ്ങർ ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. നമുക്ക് ആനിമൽസും വെജിറ്റബിൾസും ഇപ്പം ആ ഒരു കിങ്ഡത്തിൽ നിന്ന് മാത്രമല്ല മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ സൺലൈറ്റ് അതുപോലെ തന്നെ മൂൺ നിന്ന് വരെ മെഡിസിൻസ് നമ്മൾ ഹോമിയോപ്പതിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നോസോട്സ്, ആർക്കോട്സ് അതുപോലെ ഇമ്പോണ്ടറബിളി സിന്തറ്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ഡ്രഗ്സ്, നമുക്ക് സോഴ്സ് ഓഫ് ഡ്രഗ്സ് ആയിട്ട് സിന്തറ്റിക്കലി പ്രിപ്പയർഡ് കോമ്പൗണ്ട്സ് വരെ നമുക്ക് ഹോമിയോപ്പതിക് ഫാർമസിയിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഹോമിയോപ്പതിക് ഫാർമസിയിൽ അലോപ്പതി പോലെയുള്ള സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മെഡിസിൻസ് നമ്മൾ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യത്തില്ല. ഹോമിയോപ്പതിക് ഫാർമസിയിൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നത് സിമ്പിൾ വേയിലായിരിക്കും അല്ലേ. സിംഗിളായിട്ടുള്ള സിമ്പിൾ മെഡിസിൻ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരിക്കലും കോമ്പൗണ്ട് പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ നടത്തത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ സിക്കായിട്ടുള്ള ആൾക്കാരിലായിരിക്കില്ല പ്രൂവ് ചെയ്യുന്നത്, ഹെൽത്തിയിലായിരിക്കും അല്ലേ. ഇത്രയും പോയിൻറ്റ്സാണ് മെയിൻലി നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ആൻഡ് ഒറിജിനാലിറ്റീസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസിയിൽ പറയുന്നത്.